റാപ്പർ വേടൻ ലൈംഗികമായി പീഡിപ്പിച്ച ഡോക്ടറെ മൊഴിയുടെ കുറച്ച് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് താൻ വേടനുമായി പരിചയപ്പെടാനുള്ള സാഹചര്യം അവർ മൊഴിയിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേടൻ എന്ന താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പാട്ടുകളും ഇൻ്റർവ്യൂകളും തന്നെ ആകർഷമാക്കി എന്ന് ആ ഡോക്ടറായ പെൺകുട്ടി പറയുന്നു. അങ്ങനെ ഒരു ഫോൺ മെസ്സേജ് അയച്ചു. അയാൾ തിരിച്ചു പ്രതികരിച്ചു. അതിനുശേഷം ഇവർ തമ്മിൽ മൊബൈൽ ഫോൺ നമ്പർ കൈമാറി. അപ്പോൾ അയാൾ പറഞ്ഞു തനിക്ക് ഡോക്ടറെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും തമ്മിൽ കണ്ടിട്ടില്ല അതുവരെ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കൂടി, മെസ്സേജുകൾ അയച്ചു. അപ്പം അതിൽ ഫേസ്ബുക്കിലിട്ട ചില പോസ്റ്റിനെ പറ്റി അല്പം സംസാരിക്കാനുണ്ട് എന്ന് വേടൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ എറണാകുളത്തെ ഫ്ലാറ്റിലാണ്, അവിടെ വരാനായിട്ട് പറഞ്ഞു. അതേപ്പറ്റി സംസാരിക്കാം. അതേപ്പറ്റി ഫ്ലാറ്റിലിരുന്ന് രണ്ടുപേരും ദീർഘമായി സംസാരിച്ചു. അതിനിടയ്ക്ക് താനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചു. അതിന് തടസ്സമില്ല എന്ന് ഡോക്ടർ വേടനോട് മറുപടി പറഞ്ഞു. അതിനുശേഷം ചുംബനം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ബലമായിട്ട് അവിടെ ബെഡിൽ കിടത്തി റേപ്പ് ചെയ്തു എന്നാണ് ഡോക്ടർ പറയുന്നത്. അതോടുകൂടി വേടൻ പറഞ്ഞു, ഡോക്ടർ പേടിക്കണ്ട, താനെ ഡോക്ടറെ കല്യാണം കഴിച്ചോളാം, വിവാഹം കഴിച്ചോളാം വാക്ക് കൊടുത്തു. ആ വാക്കോടുകൂടി ഡോക്ടർക്ക് ഇഷ്ടമായ വേടനെ എടുത്ത് ആ ഫ്ലാറ്റിൽ 3-4 ദിവസം താമസിച്ച ശേഷമാണ് വേടൻ അവിടുന്ന് പോകുന്നത്. സംസാരത്തിൽ വേടനുമായിട്ട് അടുപ്പം തോന്നിയ ശേഷമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും ഫ്ലാറ്റിൽ 2021 കാലഘട്ടത്തിൽ താമസിക്കുന്ന സന്ദർഭം പല പ്രാവശ്യവും വേടൻ വരും, അവിടെ താമസിക്കും. വേടൻ അന്ന് ഇതുപോലെ ഫേമസ് ആയില്ല, പണമൊന്നുമില്ല. 30,000 രൂപ പല പ്രാവശ്യമായിട്ട് അവിടെ വെച്ച് കൊടുത്തു. അതിനുശേഷം വേടൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര, റെയിൽവേ ടിക്കറ്റ് പല പ്രാവശ്യം താനാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അതിന് 8,356 രൂപയുടെ ടിക്കറ്റ് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. ഏതായാലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഇവർ കോഴിക്കോട് പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് കോഴിക്കോട് വെച്ചാണ്. അവിടെയും വേടൻ ഫ്ലാറ്റിൽ വന്നുകൊണ്ടിരുന്നു. ഭാര്യാഭർത്താക്കന്മാരായ പോലെ ജീവിച്ചിട്ടുണ്ട്. 2020 കൊച്ചിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡോക്ടർ ജോലിക്ക് കയറി. ഫ്ലാറ്റിൽ ദിവസങ്ങളോളം ഒന്നിച്ച് താമസിച്ചു. ആ സമയത്ത് ആ ബന്ധം അങ്ങനെ നീണ്ടു കഴിഞ്ഞപ്പോൾ പതുക്കെ ആ ബന്ധത്തിൽ നിന്ന് വേടൻ മാറുന്ന പോലെ തോന്നി. 2021 മാർച്ചിൽ വേടൻ്റെ 3 കൂട്ടുകാരുമായി വന്നു. ആ കൂട്ടുകാരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഭാര്യാഭർത്തൃ ബന്ധം അവർ പുതുക്കി. അതിനുശേഷം ജൂലൈ 14, 2023 തൻ്റെ ഫ്ലാറ്റിൽ അവിടെ ഒരു പ്രോഗ്രാമുണ്ട്, വരുമെന്ന് പറഞ്ഞു. താൻ പ്രതീക്ഷിച്ചിരുന്നു, അന്ന് വന്നില്ല. ജൂലൈ 15, 2023 യുവതിയുടെ ഫ്ലാറ്റിലെ ആ 3 കൂട്ടുകാരുമായിട്ട് വന്നു. വളരെ ചൂടായിട്ട് സംസാരിച്ചു. താനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം മാനസിക സംഘർഷത്തിലായി ഡോക്ടർ. അതിന് ചികിത്സ തേടേണ്ടി വന്നു ഡോക്ടർക്ക്. വളരെ നാളുകളായി ചികിത്സ എടുത്തു. കാരണം തന്നെ വിവാഹം കഴിക്കും അയാളിലേക്ക് ആകർഷകയായ തനിക്ക് അയാളുമായിട്ടുള്ള ജീവിതം പങ്കുവെച്ച് ജീവിക്കാൻ കഴിയുള്ളൂ. അയാൾ അങ്ങനെ ഒരു ബന്ധമാണ് രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അയാൾ തന്നെ ഉപേക്ഷിച്ച് പോയി എന്ന് തോന്നിയപ്പം തനിക്ക് വലിയ ഷോക്കുണ്ടായി. തനിക്ക് മാനസിക സംഘർഷം ഉണ്ടായി. വളരെ ദീർഘമായ ചികിത്സയ്ക്ക് വിധേയമാക്കി പോസ്റ്റ് ഗ്രാജുവേറ്റായ ഈ ഡോക്ടർ. അതിനുശേഷം ആണ് ഒരു ഫേസ്ബുക്കിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ഇതേ രീതിയിൽ ഇയാൾ ബന്ധപ്പെടുന്നതും അവരുമായിട്ട് ജീവിതം പങ്കുവെച്ചതുമൊക്കെ കണ്ടു. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി ഇനി അയാളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, അയാൾ തന്നെ ചതിച്ചു എന്ന് മനസ്സിലായി.
അയാൾ തന്നെ വിവാഹം കഴിക്കാം എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അയാളുമായിട്ട് ഒന്നിച്ച് താമസിച്ചത്. പക്ഷേ അയാളുടെ ആദ്യത്തെ പ്രവൃത്തി അതൊരു റേപ്പായിരുന്നു. കാരണം അയാൾ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പം തൻ്റെ ഫ്ലാറ്റിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകേണ്ടി വന്ന് അത് ബലം പ്രയോഗിച്ച് അയാൾ തന്നെ റേപ്പ് ചെയ്തു. അതോടുകൂടിയാണ് അയാൾ മനസ്സ് മാറിയിട്ട് താൻ കല്യാണം കഴിച്ചു കൊള്ളാം എന്ന് വാക്കുകൊടുത്തു. ആ ബന്ധം തുടർന്ന് 3-4 വർഷം 2021 മുതൽ 2023 വരെ പകുതിയോളം വന്നു കഴിഞ്ഞ ശേഷമാണ് ബന്ധം അറ്റുപോയത്. അപ്പോൾ 2021 ശേഷം ഇപ്പോൾ 2 വർഷത്തെ ഡിലേ ഈ കേസിനുണ്ട്. എഫ്ഐആർ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും 2 വർഷത്തെ ഗ്യാപ്പ് ശേഷമാണ്. താൻ മാനസിക ചികിത്സയിലായിരുന്നു. അതിനുശേഷം തനിക്കൊരു നോർമൽ ആകുന്നിടം വരെ താൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് തനിക്ക് മനസ്സിലായത് താൻ ചതിക്കപ്പെട്ടു, തന്നെ അയാൾ മനഃപൂർവ്വം റേപ്പ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധവരായപ്പോഴാണ് താൻ പരാതി കൊടുക്കാൻ കാരണം. പരാതി കൊടുക്കാനായിട്ട് ഡിലേ വരാനുള്ള കാരണം തൻ്റെ മാനസിക സംഘർഷം തന്നെയാണ്. അതെങ്ങനെയെങ്കിലും പ്രശ്നം തീരും. കാരണം നാണക്കേടും മാനക്കേടും ഉണ്ടാവും. അത് ഇപ്പോഴേ തനിക്ക് അനാഥമായി താൻ പ്രതീക്ഷിച്ച ആ ആളെ ഒപ്പം ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അയാളും ഇതേ രീതി പല സ്ത്രീകളെയും വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഈ കേസ് കൊടുത്തുന്നവർ ആ കേസിൻ്റെ മൊഴി തന്നെ പറയുന്നതായിട്ട് കാണുന്നത്. എന്തായാലും വേടനെ പോലെ ഒരാൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ പലരെ ഇതുപോലെ വഞ്ചിച്ചിട്ടുണ്ട്. അത് ഇപ്പം തന്നെ ഈ ഡോക്ടർ അത് പറയുന്നുണ്ട്. മറ്റൊരു ആളുമായിട്ട് ഇതേ രീതിയിലുള്ള ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ പറയുന്നുണ്ട്. ഏതായാലും വേടന് തുടർച്ചയായ പല റേപ്പ് കേസിലും പ്രതിയായി അയാൾ റിമാൻഡിലേക്ക് പോകും. അയാൾക്ക് കേരളത്തെ സമൂഹത്തിൽ ചില പാട്ടുകൾ വെച്ചൊരു ഹൈപ്പ് അയാൾ ഉണ്ടാക്കിയിട്ട് അയാൾ പിൻവാങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം അയാളുടെ പ്രവൃത്തികൾ കഞ്ചാവിനും അതുപോലെ തന്നെ മദ്യത്തിനും അടിമയാണ്. അയാൾ രാസലഹരിയിൽ അടിമയാണ്. സെക്സും സ്റ്റണ്ടും പാട്ടുമായിട്ട് നടക്കുന്നയാളാണ്. പലരും ചതിക്കപ്പെട്ടു. അയാളിലേക്ക് ആകൃഷ്ടമായി പലരും പോയി. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു വേടൻ്റെ നീക്കം സമൂഹത്തിനെ ദുഷിപ്പിച്ചു. സമൂഹത്തിലെ ആൾക്കാർക്കും വളരെ ആൾക്കാരെയും വഞ്ചിച്ചു അയാൾ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കേസിൻ്റെ അയാളെ അറസ്റ്റ് ചെയ്യണം. തുടർച്ചയായിട്ട് ഇതേ രീതിയിൽ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അതാത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് നിത്യം ഇയാളെ ഒരു ജയിലിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു.